ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി സ്റ്റോറേജ് ബോക്സാണ്. ഞാനിത് തീപ്പെട്ടീൻ്റെ ബോക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളടുത്ത് തീപ്പെട്ടീൻ്റെ ബോക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പേപ്പർ വെച്ചിട്ട് ബോക്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ ചെയ്യുന്ന അതേ പ്രോസസ്സ് ചെയ്താൽ മതി. അപ്പം എനിക്ക് 3 അറയുള്ള സ്റ്റോറേജ് ബോക്സ് മതി. അതുകൊണ്ട് ഞാൻ 3 തീപ്പെട്ടിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര അറയുള്ള സ്റ്റോറേജ് ബോക്സ് വേണോ അതിനനുസരിച്ച് തീപ്പെട്ടിൻ്റെ ബോക്സ് എടുക്കാവുന്നതാണ്. അതിന് ശേഷം ഇങ്ങനെ ഓരോന്നിൻ്റെ മേലെ പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേലൊക്കെ പശ തേച്ചിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇതേപോലെ തേച്ചെടുക്കാം. അപ്പം അങ്ങനെ 3 നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനത്തെ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കുക. ഈ സൈഡ് മാത്രം ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനത്തെ നമ്മൾ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ 3 ഇത് വെക്കണം. നിങ്ങളടുത്ത് മുത്തുണ്ടെങ്കിൽ മുത്ത് വെച്ചെടുത്താൽ മതി കേട്ടോ. ഞാനെൻ്റെ അടുത്ത് മുത്തില്ലാത്തത് കൊണ്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് വെച്ചെടുക്കുന്നത്. നിങ്ങളടുത്ത് മുത്തുണ്ടെങ്കിൽ മുത്ത് വെച്ചെടുത്താലും മതി കേട്ടോ. ഇതേപോലെ നമ്മൾ പേപ്പർ എന്താ പറയുക റോൾ ചെയ്തിട്ട്, ഞാനിപ്പോൾ നോട്ട്ബുക്കിൻ്റെ പേജാണ് എടുക്കുന്നത്. വേറെ ഒന്നും 2 3 4 5 6 2 3 4 5 6. അപ്പോൾ മുത്തുണ്ടെങ്കിൽ മുത്ത് തന്നെ വയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. മുത്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ എൻ്റെ അടുത്ത് മുത്തില്ല, അതുകൊണ്ട് ഞാൻ മുത്തല്ല വയ്ക്കുന്നത്. ഇതേപോലെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇത്രയും വലുപ്പം വേണ്ട, അതൊന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ മടക്കി കൊടുത്തതിന് ശേഷം ആ മടക്കിയ ലൈനിൽ നിന്ന് ഒന്ന് വെട്ടി കൊടുക്കുക. ഞാൻ 2 വെച്ചതുകൊണ്ട് ഇനി 1 കൂടെ വയ്ക്കാനുള്ളൂ. എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ 3 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. എന്നിട്ട് ഇത് വലിക്കുക, അല്ലെങ്കിൽ ഈ പേപ്പർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു പോരും. അത് ഒട്ടാതെ പറിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു പോരും. എന്നിട്ട് മേലെ എന്തെങ്കിലും കവായി സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കുക. എൻ്റെ അടുത്ത് കവായി സ്റ്റിക്കർ ഉണ്ട്, പക്ഷെ അത്ര നല്ല കവായി സ്റ്റിക്കറൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു സ്റ്റിക്കറാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മിനി സ്റ്റോറേജ് ബുക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.